Good morning. Good morning, ma'am. Good morning, Miss. Okay, ഇന്നലെ നമ്മുടെ ക്വാളിറ്റി മാനേജ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മള് ഇത് തുടങ്ങാൻ പോകുന്നത് ചാപ്റ്റർ 11 ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. പേജ് നമ്പർ ഒന്ന് പറയോ? ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ പേജ് നമ്പർ ഒന്ന് പറഞ്ഞേക്കട്ടോ. 100, പേജ് നമ്പർ 100, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, നമുക്ക് നോക്കാം. കമ്പ്യൂട്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയാൻ പറ്റുമല്ലോ. സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ കമ്പ്യൂട്ടർ. എന്താണ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിൽ എന്തൊക്കെയുണ്ട്? കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത എന്താണ് ഒന്ന് പറഞ്ഞു നോക്കി. എന്താണ് കമ്പ്യൂട്ടർ? എന്തിനു വേണ്ടിയിട്ടാ യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ? ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വെരി ഗുഡ്. പിന്നെ എന്തിനാ യൂസ് ചെയ്യുന്നത്? എന്തൊക്കെയുണ്ട് കമ്പ്യൂട്ടറിന്? മോണിറ്റർ, CPU, കീബോർഡ്, ഓക്കെ, അക്കൗണ്ടിങ്സ് അല്ലെ, സം ചെയ്യാനായിട്ടൊക്കെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ, മൗസ് ഉണ്ട് അല്ലെ. ഇതൊക്കെ എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് അല്ലെ നിങ്ങൾ പറഞ്ഞത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെയുള്ളൊരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് വൺ എന്താണ് പറഞ്ഞത്? ബേസിസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് ചാപ്റ്ററിന്റെ പേര്. നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ. Fundamentals of a computer. Computer are electronic equipment that process and store digital data. അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ് അല്ലെ, ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. എന്ത് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്? പ്രോസസ്സ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഡാറ്റകൾ ഡിജിറ്റലൈസ് ചെയ്യാനായിട്ടും അല്ലെ, ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവ അതിന്റെ പ്രോസസ്സിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആയിട്ട് കമ്പ്യൂട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. They consist of hardware and software components that work together to carry out various tasks. അപ്പൊ വേരിയസ് ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയുണ്ടെന്നാണ് പറയുന്നത്? ഹാർഡ്വെയർസ് ഉണ്ട്, സോഫ്റ്റ്വെയർസ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പോണൻസും ഇതിനകത്തുണ്ട്, കമ്പ്യൂട്ടറിൽ അടങ്ങിയിട്ടുണ്ട്. These fundamental components of the computer consist of the central processing unit. Memory ആണ് അല്ലെ. CPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. CPUന്റെ ഫുൾ ഫോം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. എന്താണ്? കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നുണ്ട്. മെമ്മറി, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ്, സ്റ്റോറേജ് ഡിവൈസസ്, ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ. കമ്പ്യൂട്ടേഴ്സ് ഫണ്ടമെന്റൽ കമ്പോണൻസ് ഏതൊക്കെയാണ്? CPU ഉണ്ട്, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. CPU ഉണ്ട്, മെമ്മറി ഉണ്ട്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്, സ്റ്റോറേജ് ഡിവൈസസ് ഉണ്ട്. The CPU is said to be a brain of the computer. അണ്ടർലൈൻ ചെയ്യാം. ബ്രെയിൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണ്. ഇത് CPU എന്ന് പറയുന്നത്. Responsible for carry out the instructions and performing calculations. അപ്പോൾ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഇൻസ്ട്രക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് CPU ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. CPU റെസ്പോൺസിബിലിറ്റി ആണ് ഇതെന്ന് പറയുന്നത്. ഉത്തരവാദിത്തമാണ് കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നതും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നതും.
In memory store data and instructions and perform calculations. Memory store data and instructions that the CPU required access quickly. അപ്പൊ എന്താ പറയുന്നത് CPU വേഗത്തില് ആക്സസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റകളും നിർദ്ദേശങ്ങളും മെമ്മറിയാണ് സ്വീകരിക്കുന്നത്. ഇനി ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ് മേക്ക് ദ user able to interact with the computer as through a keyboard and mouse. ഇനി എന്താ പറയുന്നത് യൂസറിനല്ല ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് യൂസർക്ക് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുകളായിട്ട് വരുന്നത്? ഓർമ്മയുണ്ടോ? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഏതാ? മൗസ്, ഓക്കെ, കീബോർഡ്, ഇതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ് അല്ലെ. ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? മോണിറ്റർ, വെരി ഗുഡ്, മോണിറ്റർ. പിന്നെന്താ? പ്രിന്റർ, ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ട് വരുന്നത്. ഇനി സ്റ്റോറേജ് ഡിവൈസസ് സ്റ്റോർ ഡാറ്റ ആൻഡ് പ്രോഗ്രാംസ് ലോങ് ടൈം യൂസേജ് അല്ലെ, യൂസസ്. അപ്പോൾ നമുക്ക് എന്താണ് ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് പ്രോഗ്രാംസ്, ഡാറ്റകളായാലും പ്രോഗ്രാംസുകളായാലും സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണ്? സ്റ്റോറേജ് ഡിവൈസസ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ലോങ് ടൈം യൂസസിന് സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആൻഡ് ആപ്ലിക്കേഷൻസ് are software programs that allows the computer to perform specific tasks. Operating software ആയാലും അതുപോലെ തന്നെ application softwaresകളും കമ്പ്യൂട്ടറിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ് അല്ലെ. ഡാറ്റകള് സ്റ്റോർ ചെയ്യുന്നതിനും അത് പ്രോസസ്സ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഡിജിറ്റലി സ്റ്റോർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതെന്താണ്? ഹാർഡ്വെയറുകളും സോഫ്റ്റ്വെയറുകളും ഉണ്ടല്ലേ കമ്പ്യൂട്ടറിന്. ഓക്കെ, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വേരിയസ് ടാസ്കുകൾ ചെയ്യാനായിട്ട് ഹാർഡ്വെയറുകളായാലും സോഫ്റ്റ്വെയറുകളായാലും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫണ്ടമെന്റൽ കമ്പോണൻസ് ആണ് എന്തൊക്കെ? CPU, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുന്നത്. ഇനി CPU എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണ്. അണ്ടർലൈൻ ചെയ്യാം. CPU ഫുൾ ഫോം ചോദിക്കാറുണ്ട്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നതിനും ഇൻസ്ട്രക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് CPU സഹായിക്കുന്നുണ്ട്. മെമ്മറി സ്റ്റോർ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്, ഓക്കെ, നമ്മൾ പറഞ്ഞതാണ് മെമ്മറി സ്റ്റോർ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ദ CPU requires quickly. Input output devices make the user interact with the computer such as through the keyboard and the mouse. ഇനി എന്താ പറഞ്ഞത്? CPU വേഗത്തില് ആക്സസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റകള് നിർദ്ദേശങ്ങളൊക്കെ മെമ്മറിയാണ് സ്വീകരിക്കുന്നത്. അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുകൾ ഉപയോഗിച്ചുകൊണ്ട് യൂസറിന് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി എന്താ പറഞ്ഞത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് that allows the computer to perform specific tasks. അപ്പോൾ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ആയാലും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, രണ്ട് സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടറിലെ സ്പെസിഫിക് ടാസ്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞത്. ഒന്ന് വായിച്ചു നോക്കി ഇൻട്രൊഡക്ഷൻ.
വായിച്ചു കഴിഞ്ഞാല് കമന്റ് ഇട്ടാൽ മതി. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ക്ലിയർ അല്ലേ? ഇനി നമ്മളിവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട് അല്ലെ? എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിക്ചർ? പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ അല്ലെ? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ? ഏതൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ പാർട്സ് എന്ന് പറയുന്നത്? മൗസ്, പ്രിന്റർ, സ്പീക്കർ, പവർ സപ്ലൈ, GPU, ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, പ്രോസസ്സേഴ്സ്, കമ്പ്യൂട്ടർ കേസ്, കീബോർഡ്, മോണിറ്റർ, ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ പാർട്സ് എന്ന് പറയുന്നത് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ചോദിക്കാറുണ്ട്, ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതേണ്ട വരും. ഓക്കെ, ഇവയൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ പാർട്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻക്ലൂഡ്സ്. ഓക്കെ, ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഹാർഡ്വെയർ. ഓക്കെ, ഹാർഡ്വെയർ നോക്കാം. Physical component of a computer like the central processing unit, CPU, memory, storage devices, input output devices and motherboard. നമുക്കറിയാം ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടച്ച് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടറിന്റെ ഏതൊരു കമ്പോണന്റിനെയും നമ്മൾ എന്തെന്ന് പറയാറുണ്ട്? ഹാർഡ്വെയർസ് എന്ന് പറയാറുണ്ട് അല്ലെ? ടച്ച് ചെയ്ത് നോക്കാനായിട്ട് പറ്റുന്ന കമ്പ്യൂട്ടറിന്റെ ഏതൊരു കമ്പോണന്റിനെയും നമ്മൾ പറയുന്നത് ഹാർഡ്വെയർ എന്നാണ്. ഓക്കെ, ഏതൊക്കെയാണ് ഹാർഡ്വെയർസ് എന്ന് പറഞ്ഞാല്? ടച്ച് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ് യൂണിറ്റ്, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, മദർ ബോർഡ്, ഇതൊക്കെയാണ് വരുന്നത് ഹാർഡ്വെയർസിൽ. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസ് ഉണ്ട് അല്ലെ? ഓക്കെ, സോഫ്റ്റ്വെയർസ് നോക്കാം. എന്താണ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാല്? പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് that make a computer able to perform tasks consist of a system software. Example, Windows, Mac OS, അതുപോലെ എന്താണ് ലിനക്സ് ആൻഡ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. രണ്ട് തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയറും അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്തൊക്കെയാ വരുന്നത്? വേർഡ് പ്രോസസ്സേഴ്സ്, വെബ് ബ്രൗസേഴ്സ് ആൻഡ് ഗെയിംസ്, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് ഇത് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അല്ലെ? സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടേഴ്സ് പ്രോഗ്രാമുകളായാലും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ പെർഫോം ചെയ്യാനായിട്ട് എന്തൊക്കെയാണ്? കമ്പ്യൂട്ടർ പ്രോഗ്രാംസും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും പെർഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് ഈ സോഫ്റ്റ്വെയർസിലൂടെ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാല് ഒരു കമ്പ്യൂട്ടറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അതുപോലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സിസ്റ്റം സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടേഴ്സിനെ വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്.
ഇനി എന്താ പറയുന്നത്, ഇൻപുട്ട് ഡിവൈസസുകളെയും ഔട്ട്പുട്ട് ഡിവൈസസുകളെയും ഡിറ്റക്ട് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് അതിനകത്ത് കൊടുത്തിട്ടില്ല, നമ്മുടെ ഈ സ്ക്രീനിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ്, അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള ജസ്റ്റ് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാണ്. നമുക്ക് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റില്ല. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുകളെയും ഡിറ്റക്ട് ചെയ്യിപ്പിക്കുകയും കൺട്രോൾ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് ഓൺ ആക്കി അത് ഓഫ് ആക്കുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് എന്താണ്, സിസ്റ്റം സോഫ്റ്റ്വെയറിലാണ്. ഓക്കെ, കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വെച്ച് നമ്മൾ ഓഫ് ആക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറിലൂടെയാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിൽ പറയുന്നത്. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ടാസ്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, ഫോട്ടോഷോപ്പ്. ആ ഫോട്ടോഷോപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്, ഫോട്ടോകൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ MS Word നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ, അതൊക്കെ എന്താണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. എന്തിനാണ് MS Word, ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോ ഇതൊക്കെ എന്താണ്, ഉപയോഗിച്ച് കഴിഞ്ഞ് അത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷം അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? ഈ ഫോട്ടോഷോപ്പുകളായാലും അതുപോലെ തന്നെ MS Word ഒക്കെ ആയാലും എന്താണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മള് ഫോട്ടോഷോപ്പ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് അൺഇൻസ്റ്റാൾ ആക്കാനായിട്ട് പറ്റും. അതുപോലെ എന്താണ്, MS Wordലാകുമ്പോൾ ടൈപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ആണ് CPU. CPU എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക്, Central Processing Unit, the brain of the computer that carry out the instructions, performance calculations and controls data processing. അല്ലെ, എല്ലാം brain of the computer ആണല്ലേ. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്ന് പറയുന്നത് CPU ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാം, കുറെ കാര്യങ്ങൾ നമുക്ക് CPU ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അല്ലെ. കമ്പ്യൂട്ടറിൽ ഇൻസ്ട്രക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ടും കാൽക്കുലേഷൻസ് ചെയ്യാൻ അല്ലെ, മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കമ്പാരിസൺ അതുപോലെ തന്നെ കാൽക്കുലേഷൻസ് നടത്തുന്നത് സിപിയുടെ ജോലിയാണ്. അതുപോലെ പല ഡാറ്റകൾ അഡീഷൻസ് ചെയ്യാൻ പറ്റും നമുക്ക്, അതുപോലെ ഡിവിഷൻ ചെയ്യാം അല്ലെ. അങ്ങനെയുള്ള പല കാര്യങ്ങളും, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് വഴി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് ഡാറ്റ കൺട്രോൾ ചെയ്യാനായിട്ട്, ഡാറ്റ പ്രോസസ്സിങ്, അതുപോലെ പല ഇൻസ്ട്രക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട്, പല കാൽക്കുലേഷൻ, അഡീഷൻ ആവാം, ഡിവിഷൻ ആവാം, മൾട്ടിപ്ലിക്കേഷൻ ആവാം, അതുപോലെ എന്താണ്, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സഹായിക്കുന്നത് CPU വഴിയാണ്. CPU എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അറിയേണ്ടത് എന്താണ്, കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നാണ് CPU-നെ പറയുന്നത്. ഇനി മെമ്മറി എന്താണ്, മെമ്മറി temporary storage space where the computer stores data and instructions that are currently used. It includes random access memory and cache memory. ഓക്കെ, മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ ഇപ്പോ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഡാറ്റയും നിർദ്ദേശങ്ങളും കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു താൽക്കാലികമായിട്ടുള്ള സ്പേസിനെയാണ് നമ്മൾ മെമ്മറി എന്ന് പറയുന്നത്. മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന, നിലവില് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റയും നിർദ്ദേശങ്ങളും കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു താൽക്കാലിക സ്പേസ്, അതിനെയാണ് നമ്മള് മെമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലെ.
അല്ലെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ് കറണ്ട് പോയി, പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ആ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോ എന്താണ് ഞാൻ പറഞ്ഞതൊന്നും കാണില്ല. എന്താണ് അപ്പൊ താൽക്കാലികമായിട്ടായിരിക്കാം സ്റ്റോർ ചെയ്യുന്നത്, അത് മെമ്മറിയിലാണ്. ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ് ഇൻ ദ മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്, അതുപോലെ തന്നെ റാൻഡം ആക്സസ് മെമ്മറിയും ക്യാച്ചി മെമ്മറിയുണ്ട്. ക്യാച്ചി മെമ്മറിയൊക്കെയാണ് ഹോസ്പിറ്റലുകളിൽ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, റാമിനെക്കാട്ടിലും, റാം എന്ന് പറഞ്ഞാല് റാൻഡം ആക്സസ് മെമ്മറിയാണ് അതിന്റെ ഫുൾ ഫോം. റാമിനേക്കാളും കൂടുതൽ വിവരങ്ങള് സ്റ്റോർ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ക്യാച്ചി മെമ്മറിയാണ് ഹോസ്പിറ്റലുകളിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ എന്താണ് റാൻഡം ആക്സസ് മെമ്മറിനെക്കാട്ടിലും കൂടുതൽ എന്താണ് കപ്പാസിറ്റി ഉള്ളത് ക്യാച്ചി മെമ്മറിയിലാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളിലൊക്കെ അതാണ് യൂസ് ചെയ്യുന്നത്. ഇനി സ്റ്റോറേജ് എന്താണ്, പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസസ് ആണ്. ഓക്കെ, മെമ്മറി എന്ന് പറഞ്ഞാൽ ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ്. സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമനന്റ് ആണ്. ഓക്കെ, പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസസ്, എക്സാമ്പിൾ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് used to store data, programs and operating system even when the computer is powered off. എന്താണ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഓഫ് ആയിരിക്കുമ്പോൾ ഉള്ള ഡാറ്റ, പ്രോഗ്രാംസ്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്നിവ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥിരമായിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസസിനെയാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡാറ്റകള്, പല പ്രോഗ്രാംസുകള്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്നിവ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഡിവൈസസിനെയാണ് നമ്മള് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ടെമ്പററി സ്റ്റോറേജ് ഡിവൈസസ് ആണ് സ്റ്റോറേജ്. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് അല്ലെ, ദീസ് ആർ devices used to interact with the computer like കീബോർഡ്, മൗസ്. ഓക്കെ, അവിടെ മൗസ് എന്നാണ് കേട്ടോ, സ്ക്രീനിൽ തെറ്റാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ കറക്റ്റ് ആക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആണോ? കീബോർഡ്, മൗസ്, മൗസ് എന്നാക്കാം, MOUSE. തെറ്റാണ് അല്ലെ? അപ്പൊ കറക്റ്റ് ആക്കി കൊടുക്കാം കേട്ടോ. പ്രിന്റിങ്ങിന്റെ മിസ്റ്റേക്ക് ആണ്, സ്പെല്ലിംഗ് എറർ ആണ്. അപ്പൊ അതൊന്ന് കറക്റ്റ് ആക്കി കൊടുക്കാം. കീബോർഡ്, മൗസ്, അതുപോലെ മോണിറ്റേഴ്സ്, പ്രിന്റേഴ്സ് ആൻഡ് സ്കാനേഴ്സ് അല്ലെ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഡിവൈസസുകളാണ് അല്ലെ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാല് ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, മോണിറ്റർ ഉണ്ട്, പ്രിന്റേഴ്സ് ഉണ്ട്, സ്കാനേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൽ ഉൾപ്പെടുന്നത്. ഇനി ലാസ്റ്റ് വൺ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഷോർട്ട് ഫോം ആണ് OS. സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ് computer resources, control hardware devices and provide a user interface for interacting with the computer. അപ്പൊ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസറിനും കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിന്റെയും ഇടയിൽ, ഓക്കെ, യൂസറിനും കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിന്റെയും ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രധാന മെന്റർ ആയിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നമ്മൾ കാണുന്നത്. മനസ്സിലായോ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസറിനും കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിന്റെയും ഇടയിൽ നിന്ന് ഒരു പ്രധാന മെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസറിനും കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിന്റെയും ഇടയിൽ നിന്ന് ഒരു പ്രധാന മെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്.
കമ്പോണൻസ് ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത് കേട്ടോ. പ്രധാനമായിട്ടും കമ്പ്യൂട്ടറിന്റെ ഘടകങ്ങളായിട്ട് വരുന്നത് ഇതൊക്കെയാണ് ഹാർഡ്വെയർ അല്ലെ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്ന കമ്പോണന്റ് ആണ്. അതുപോലെ സോഫ്റ്റ്വെയർ എന്ന് പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ അതിനകത്ത് സിസ്റ്റം സോഫ്റ്റ്വെയറും ഉണ്ട്, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ പറഞ്ഞത് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു. സിസ്റ്റം സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ എന്താണ്, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റില്ല, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുകളെയൊക്കെ ഡിറ്റക്ട് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ ഓൺ ആക്കുന്നത് മുതൽ ഓൺ ചെയ്ത് അത് ഓഫ് ആക്കുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയറിലാണ്. ഇനി അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു പ്രധാന പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ഫോട്ടോഷോപ്പും അതുപോലെ തന്നെ MS Word നമ്മൾ പറഞ്ഞിരുന്നു. ഇനി പറഞ്ഞത് എന്താണ്, CPU എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണ് അല്ലെ, തലച്ചോറ് എന്ന് പറയാം. കൂടുതൽ കാര്യങ്ങൾ അതുവഴി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്താണ്, പലതരത്തിലുള്ള കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും, ഡാറ്റ കൺട്രോൾ പ്രോസസ്സിംഗ്, ഇൻസ്ട്രക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്താണ് CPU ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അഡീഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡേറ്റ അനാലിസിസ്, അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് CPU ഉപയോഗിക്കുന്നുണ്ട്. ഇനി മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ് അല്ലെ. നിലവില് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഡാറ്റയും നിർദ്ദേശങ്ങളും കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു താൽക്കാലികമായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് മെമ്മറി എന്ന് പറയുന്നത്. ഇനി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്, നമ്മള് പെർമനന്റ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് അല്ലെ. ഒരു എന്താണ്, സ്ഥിരമായിട്ടുള്ള കമ്പ്യൂട്ടർ ഓഫ് ആയിരിക്കുമ്പോഴും ഡാറ്റ, അതുപോലെ പ്രോഗ്രാംസ്, അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്നിവ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസസ്, ഒരു പെർമനന്റ് ആയിട്ടുള്ള ഡിവൈസസിനെയാണ് സ്റ്റോറേജ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡിവൈസസ് യൂസ്ഡ് ടു ഇന്ററാക്ട് വിത്ത് ദ കമ്പ്യൂട്ടർ ലൈക്ക് കീബോർഡ്, മൗസ്, മോണിറ്റർ, പ്രിന്റേഴ്സ് ആൻഡ് സ്കാനേഴ്സ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറുമായിട്ട് യൂസറിന് ഇന്ററാക്ട് ചെയ്യാനുള്ള ഡിവൈസസുകളെയാണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. എക്സാമ്പിള് കീബോർഡ്, മൗസ്, പ്രിന്റർ, സ്കാനർ, അതൊക്കെയാണ്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാലോ സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ് computer resources, controls hardware devices and provide the user interface for interacting with the computer. എന്താ പറഞ്ഞത്, യൂസറിനും അതുപോലെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിന്റെ ഇടയില് ഒരു പ്രധാന മെന്ററായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ ഫണ്ടമെന്റൽസ്.
ക്ലിയർ ആണോ? നെക്സ്റ്റ് ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. അണ്ടർലൈൻ ചെയ്യാം. എന്താണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാല് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. അണ്ടർലൈൻ ചെയ്യാം. It permits users to create, edit, format, and serve documents for the different purposes like writing reports, letters, resume, and more. നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ MS Word യൂസ് ചെയ്യുന്നത്? മൈക്രോസോഫ്റ്റ് വേർഡ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എഡിറ്റ് ചെയ്യാം, പല കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാം അല്ലെ. ലെറ്റേഴ്സ് ആയാലും റെസ്യൂം ഒക്കെ ഉണ്ടാക്കുന്നത് ഈ വേർഡിലാണ് അല്ലെ. ഓക്കെ, അപ്പൊ എഡിറ്റ് ചെയ്യാൻ പറ്റും, ഫോർമാറ്റ് ചെയ്യാൻ പറ്റും, ഡോക്യുമെന്റ്സുകൾ സേവ് ചെയ്യാൻ പറ്റും. പല പർപ്പസിനും ഉപയോഗിക്കുന്ന ഡോക്യുമെന്റ്സുകളൊക്കെ സേവ് ചെയ്യാനായിട്ടും ഈ മൈക്രോസോഫ്റ്റ് വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. Here are the important features and functionalities of a Microsoft Word. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് ഫീച്ചേഴ്സ് ആണ്. അതായത് ഫീച്ചേഴ്സ് ആണ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്. മൈക്രോസോഫ്റ്റ് വേർഡ് ഓഫേഴ്സ് എ യൂസർ ഫ്രണ്ട്ലി അല്ലെ, യൂസർ ഫ്രണ്ട്ലി ആണ് ആൻഡ് intuitive interface, making it reachable to both the beginners and the experienced users. The tabular and ribbon provide a quick entry to different formatting and editing options. ഇവിടെ പറയുന്നത് ആ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ് യൂസർ ഫ്രണ്ട്ലി എന്ന് പറയുന്നത്. യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ് ഇതെന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ, യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇടപഴകാനായിട്ട് അല്ലെ. ആർക്കൊക്കെ തമ്മിലാണ്? ബിഗിനേഴ്സിനായാലും അതുപോലെ തന്നെ ഈ എക്സ്പീരിയൻസ്ഡ് യൂസേഴ്സിനായാലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് ഇതാണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. യൂസർ ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ അവിടെ പലതരത്തിലുള്ള റിബൺ, ഈ ടൂൾ ബാർ നമുക്കിവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. റിബൺ റെഡ് ലൈനിൽ കാണാൻ പറ്റും, ടൂൾ ബാർസ്, കുറെ തരം ഓപ്ഷനുകൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡോക്യുമെന്റ്സ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്. Users can create new documents from structs or choose from a range of templates provided by Word. It offers the best set of formatting tools for text, paragraphs, and page, permitting users to customize the appearance of their documents. ഇവിടെ രണ്ടാമത്തെ ഇതിൽ പറയുന്നത് എന്താണ്? യൂസേഴ്സിന് പുതിയതായിട്ടുള്ള ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ വേർഡിലൂടെ. അതുപോലെ തന്നെ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കാനായിട്ട് മികച്ച രീതിയിൽ സഹായിക്കുന്ന ഒരു ഫയൽസ് ആണ്. നമ്മളിപ്പോ നമുക്കൊരു ജോലിയിൽ ജോയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് നമ്മൾ എന്തുണ്ടാക്കാറുണ്ട്? എന്തുണ്ടാക്കും? ആപ്ലിക്കേഷൻ മാത്രം നമ്മൾ കൊടുക്കുള്ളൂ? അല്ല, കൂടിയും നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കാറുണ്ട്. CV നമ്മൾ അല്ലെ, CV അല്ലെ, റെസ്യൂം അല്ലെ, റെസ്യൂം നമ്മൾ വെക്കാറുണ്ട് അല്ലെ. അപ്പോ പലതരത്തില് പല ഡിസൈനുകളിലാണ് നമ്മളത് ഉണ്ടാക്കാറ് ഇല്ലേ. ചിലപ്പോ എന്റെ റെസ്യൂം പോലെ ആയിരിക്കില്ല ആൽവിന്റെ അല്ലെ, ആൽവിൻ ഉണ്ടാക്കുന്നത് വേറെ ഫോർമാറ്റിലായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള ഫോർമാറ്റിൽ നമുക്ക് ഡോക്യുമെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ടെംപ്ലേറ്റ്സ്. ഓക്കെ, ഭാഗം എടുത്തു കഴിഞ്ഞിട്ട് ഒരു പിക്ചർ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ടെംപ്ലേറ്റ്സ്, അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ഡോക്യുമെന്റ് മികച്ച രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫയലാണ് എന്ത് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് വെറൈറ്റി രീതിയിലൊക്കെ ഓരോ കാര്യങ്ങൾ ഡോക്യുമെന്റ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെന്താണ്, നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും അല്ലെ, ടെക്സ്റ്റുകള്, പാരഗ്രാഫുകള്, പേജ്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഫോർമാറ്റ് ചെയ്യാനായിട്ട് ഈ വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്. Okay, Microsoft Word support collaboration features and make multiple users able to work with the document at the same time. Users can track changes in live, comment and merge. Edits may be different contributors. Documents can be used. Documents can be simply shared via email, cloud storage devices, or by creating links. ഇവിടെ പറയുന്നത് കൊളാബറേറ്റിംഗ് ആൻഡ് ഷെയറിംഗിൽ പറയുന്നത് പല യൂസേഴ്സിനും സെയിം ടൈമില് എന്താണ് വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. വേർഡ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വേർഡ്സിൽ ഓരോ ഡോക്യുമെന്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ്, പല യൂസേഴ്സിനും സെയിം ടൈമില്, മനസ്സിലായോ, പല യൂസേഴ്സിനും സെയിം ടൈമില് ഡോക്യുമെന്റ് വേർഡിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെയിൽ വഴി പല ഡോക്യുമെന്റ്സും ഷെയർ ചെയ്യാൻ പറ്റും. ചേഞ്ചസ് എന്തെങ്കിലും എഡിറ്റ് അല്ലെങ്കിൽ ചേഞ്ചസ് ഒക്കെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ വരുത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒപ്പീനിയൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് എഴുതാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് വേർഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗിൽ പറയുന്നത്. ഈ പല യൂസേഴ്സിനും സെയിം ടൈമിൽ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും മെയിൽ വഴി എന്താണ് ഷെയർ ചെയ്യാനായിട്ടും ഡോക്യുമെന്റ്സുകൾ ഷെയർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിലും ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. പിന്നെ ഓപ്ഷൻസ് എന്തെങ്കിലും ഒപ്പീനിയൻ എന്തെങ്കിലും വേണമെങ്കിൽ അത് നമുക്ക് അതിനകത്ത് എഴുതി ചേർക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഇനി റിച്ച് formatting options. The Word provide a lot of formatting options for text, which include font, style, size, colors, and effect. Users can apply formatting to paragraph, adjust line spacing, align text, and add bullet point and numbering. It also offers modern features such as headers and footers, tables and styles for consistent document formatting. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്, പലതരത്തിലുള്ള ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് വേർഡ് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് ഫോണ്ട് സൈസ് വേണമെങ്കിൽ കൂട്ടാം, സൈസ് കൂട്ടാം, ഫോണ്ട് സ്റ്റൈല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പല ഇഫക്റ്റുകൾ കൊടുക്കാൻ പറ്റും, പല കളേഴ്സുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി എന്താണ് ആ സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മളിപ്പോ നമ്പർ ഇട്ട് ബുള്ളറ്റുകൾ അല്ലെങ്കിൽ നമ്പറിംഗ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ, പല പോയിന്റ്സിനൊക്കെ. അപ്പൊ അങ്ങനെയുള്ള രീതികളും ഈ എന്താണ്
വേർഡിൽ നമുക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് വേർഡ് തരുന്നുണ്ട്. ഇനി എന്താണ് സ്പെൽ ആൻഡ് ചെക്ക് ആൻഡ് ഗ്രാമർ ക്രിയേഷൻസ്. Word consists of a built-in spelling and grammar checking tools to make the user identify and correct errors. It underlines misspelled words and suggest corrections which ensure the accuracy of written content. Okay, ഇവിടെ പറയുന്നത് സ്പെല്ലിംഗ് എറേഴ്സുകളായാലും ഗ്രാമർ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് പറയാറുണ്ട് അല്ലെ, ഈ ടൂൾസ് വെച്ച് മിസ്റ്റേക്ക് നമുക്ക് താഴെ നമുക്ക് എന്താണ് താഴെ ഇപ്പൊ മിസ്റ്റേക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാറുണ്ട്. ഈ എങ്ങനെയാണ് കാണിച്ചു തരാറ്? താഴെ ആ സ്പെല്ലിങ്ങിന്റെ താഴെ അല്ലെങ്കിൽ തെറ്റുള്ള സ്പെല്ലിങ്ങിന്റെ താഴെ എന്ത് തരാറുണ്ട്? റെഡ് ലൈനും കൊണ്ട് വരച്ച് അല്ലെ, റെഡ് ലൈൻ കാണിച്ചു തരാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ റെഡ് കളർ കൊണ്ട് കാണിച്ചു തരാറുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് ഇവിടെ സ്പെല്ലിംഗ് എററുണ്ട്, നമ്മൾ തിരുത്തേണ്ടത് ആവശ്യമാണ്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്പെല്ലിംഗ് എറേഴ്സ് നമുക്കത് കാണിച്ചു തന്നെ നമുക്കത് മാറ്റാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ് ഇൻസേർട്ടിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ്. Users can insert different objects into their document like image, shape, charts and tables. Word permits resigning, positioning and formatting of these objects, making it easy to improve the visual appeal of documents. ഇവിടെ പറയുന്നത് പലതരത്തില് നമുക്ക് യൂസേഴ്സിന് അവരുടെ ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഇമേജുകള്, ഷേപ്പ്, അതുപോലെ തന്നെ ടേബിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ആഡ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഓക്കെ, വേർഡിലൂടെ നമുക്ക് പലതരത്തിലുള്ള ടേബിളുകൾ, ഇപ്പൊ നമ്മൾ വല്ല പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ വേർഡിലാണല്ലോ നമ്മൾ ടൈപ്പ് ചെയ്യാറ്. അപ്പൊ എന്താണ് പല ടേബിളുകള് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അത് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിക്ചർ, ഇപ്പൊ പൈ ഡയഗ്രാം ഒക്കെ ആണെങ്കിൽ പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ ഈ വേർഡിലൂടെ. ഇനി എന്താ പറയുന്നത് ടെംപ്ലേറ്റ്സ് ആൻഡ് തെംസ്. Word provides a wide range of templates and themes for various document type, including resume, letters, flyers, and more. These templates offer pre-designed layouts and formatting that save time and effort the users. For templates, themes ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് resume, flyers, അതുപോലെ letters ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടെംപ്ലേറ്റ്സ് ഒക്കെ പലതരത്തിലുള്ള ഡിസൈൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പല ഫോർമാറ്റിൽ നമുക്ക് വേർഡിൽ ചെയ്യാനായിട്ട് പറ്റും. റെസ്യൂം ഒക്കെ നമ്മൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെ. ലെറ്റേഴ്സ് ആയാലും റെസ്യൂം ആയാലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളായാലും പല ഡിസൈനുകളിൽ വെച്ചൊക്കെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറ്. അത് വേർഡിലാണ് നമ്മൾ ചെയ്യാറ്. അപ്പൊ കുറഞ്ഞ എഫേർട്ടില് വളരെ ടൈം കുറച്ചുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് വേർഡിലൂടെയാണ്. ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ആണ് വേർഡില്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വേർഡിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ചിലപ്പോ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പൊ എന്തൊക്കെയാണ് വേർഡിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്? യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്, ഡോക്യുമെന്റ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്, കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്, റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്, സ്പെൽ ചെക്ക് ആൻഡ് grammar corrections, inserting and manipulating objects, templates and themes.
വായിച്ചു നോക്കിയോ? ഫീച്ചേഴ്സ് കറക്റ്റ് ആയിട്ട് നോക്കി വയ്ക്കാം കേട്ടോ. എന്തൊക്കെയാണുള്ളത്? യൂസർ ഫ്രണ്ട്ലി ആണ്, ഡോക്യുമെന്റ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്, റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതണം, അതിന് വേണ്ടിയിട്ടാണ്. സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻസ്, അതുപോലെ തന്നെ ഇൻസേർട്ടിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ്, പലതരത്തിലുള്ള ഇമേജുകള്, ഷേപ്പുകള്, ചാർട്ടുകളൊക്കെ നമുക്ക് എന്താണ് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ടെംപ്ലേറ്റ്സ് ആൻഡ് തീം ആണ് കേട്ടോ. തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ്. അപ്പൊ ടെംപ്ലേറ്റ്സ് നമുക്കറിയാം എന്താണ്, റെസ്യൂമൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പല വിധത്തിലുള്ള പല ഡിസൈൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനെയാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. പലതരത്തില് നമുക്ക് പല ഡിസൈനിൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് വീഡിയോയിലൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇനി നെക്സ്റ്റ് ആണ് എന്താണ്, അപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽസ്. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള ഈ MS ഫീൽഡ് എങ്ങനെയാണ് ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്നത്, അതിന്റെ അപ്ലിക്കേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ MS ഫീൽഡ് ഉപയോഗിക്കാൻ പറ്റും? ഓക്കെ, ഫസ്റ്റ് ആണ് പറയുന്നത് പേഷ്യന്റ് റെക്കോർഡ്, പേഷ്യൻസ് റെക്കോർഡ്സുകൾ അല്ലെ. ഓക്കെ, പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും അല്ലെ റെക്കോർഡ്സിൽ അടങ്ങിയിട്ടുണ്ടാവും. ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങള്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസുകള് പേഷ്യൻസ് റെക്കോർഡിൽ അടങ്ങിയിട്ടുണ്ടാവും. ഇനി അതെങ്ങനെയാണ് നോക്കിയേ, മൈക്രോസോഫ്റ്റ് വേർഡ് പെർമിറ്റ്സ് health care professionals to and keep electronic patient records. These records consist of a patient demographic, medical history, test result, diagnosis and treatment plans, and progress notes. Words formatting options enable the organization and customization of patient information for easy reference and retrieval. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡോക്ടേഴ്സ് പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഒക്കെ സൂക്ഷിക്കുന്നത് എവിടെയാണ്, MS ഫീൽഡിലാണ് സൂക്ഷിക്കുന്നത്. ഓക്കെ, ഡോക്ടേഴ്സ് പേഷ്യൻസിന്റെ റെക്കോർഡ്സ് സൂക്ഷിക്കുന്നത് MS ഫീൽഡിലാണ്. അപ്പൊ അതുപോലെ MS ഫീൽഡിലെ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫയലുകൾ റിട്രീവ് ചെയ്ത് വീണ്ടെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒക്കെ ഹെൽപ്പ് ഈ MS ഫീൽഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പേഷ്യൻസിന്റെ ഫയൽ എന്തെങ്കിലും നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ടെങ്കിൽ MS ഫീൽഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ എന്താ പറയുന്നത്, വേർഡ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്, ഓർഗനൈസേഷൻ, കസ്റ്റമൈസേഷൻ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും വീണ്ടെടുക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റെഫറൻസ് ചെക്ക് ചെയ്യാനായിട്ടോ MS ഫീൽഡിലൂടെ ഈ ഫയൽ വീണ്ടെടുത്തുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞത് MS ഫീൽഡില് ഡോക്ടേഴ്സുകള് പേഷ്യൻസിന്റെ ഫയലുകള് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്.
ആയിട്ട് ആ ഫയലുകൾ സൂക്ഷിച്ചു വെക്കുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫയലുകൾ വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ടെങ്കിലോ അത് വീണ്ടെടുത്തുകൊണ്ട് നോക്കാനായിട്ടും MS Word നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്ര വരെ എടുക്കുന്നുള്ളൂ. ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്ര വരെ ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഓക്കെ, താങ്ക് യു.